എൻ്റെ പുറകെ ബൈക്കിൽ കുറേ എണ്ണങ്ങൾ നടക്കുന്നുണ്ട്. ബൈക്കും സ്കൂട്ടറുമായിട്ട് ഇങ്ങനെ കുറേ എണ്ണങ്ങൾ നടക്കുന്നുണ്ട്. മൊബൈൽ ഈ കേരളത്തിൽ ഈ CPM ഭരിച്ചതിന് ശേഷം ഒറ്റെണ്ണത്തിന് പണിയില്ല, ഒരു മനുഷ്യന് പണിയില്ല, എല്ലാം എൻ്റെ പുറകെ കിടക്കുക. എനിക്ക് തോന്നുന്നത് 2 കൊല്ലം മുമ്പ് കാരമുളപ്പടിയയിൽ വെച്ച് ഒരുത്തൻ ഇതുപോലെ തന്നെ എൻ്റെ കാറിന് മുമ്പിൽ കൂടെ പെട്ടെന്ന് സ്പീഡിലെടുത്ത് അവൻ സ്പീഡിലെടുത്ത് നമ്മൾ പേടിപ്പിക്കാവുന്ന രീതിയിൽ പോന്നായിരിക്കും. ഒരു ഇടി കൊണ്ടിട്ട് അവൻ അങ്ങ് തെറിച്ച് 10 അടി മാറി അപ്പുറേ വെക്കണേ. കാറിന് എന്നാ പറ്റാൻ സ്കൂട്ടറിലിരിക്കണവൻ രണ്ടെണ്ണം ഉണ്ടായിരുന്നു. രണ്ടും കൊട്ടേഷനായിരുന്നായിരിക്കും. ഒരു ഇടി കൊണ്ടിട്ട് തെറിച്ച് 10 അടി മാറി പോസ്റ്റിൻ്റെ താഴെ എങ്ങാണ്ട് വന്ന് കിടന്നത്. ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. വണ്ടിക്കേ പറ്റുള്ളൂ, ആൾക്ക് കാര്യമായിട്ട് പറ്റിയില്ല. ഈ കൊട്ടേഷൻ എടുത്ത് പോകുന്നവനൊക്കെ സൂക്ഷിച്ച് നോക്കിയും കണ്ടു ഓടിച്ചില്ലെങ്കിൽ നമ്മളെല്ലാം ശ്രദ്ധിക്കണം എന്നില്ല. ഒരു ഇടി കൊണ്ടു കഴിഞ്ഞാൽ അവനൊക്കെ പോണ വഴി കാണില്ല. അവനൊക്കെ സൂക്ഷിച്ച് നടന്നാൽ അവന് കൊള്ളാം. എനിക്ക് തോന്നുന്നത് 2 കൊല്ലം മുമ്പ് കുഴമ്പളപ്പടിയയിൽ കൊട്ടേഷൻ എടുത്ത് വന്നവനായിരുന്നു തോന്നുന്നു. നമ്മുടെ കാറിന് മുമ്പിൽ സ്പീഡിലങ്ങ് പോകാമെന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തെ റോട്ടിൽ വന്ന് സ്പീഡിൽ വന്ന് നമ്മുടെ ആ കോർണർ ആ ജംഗ്ഷനിൽ വന്ന് നമ്മുടെ അവിടുന്ന് ആ കാറിൻ്റെ അതിൽ കൂടെ ഉണ്ടായിക്കൊണ്ട് പോകാമെന്ന് വെച്ചാൽ കാശും കൊട്ടേഷനും മേടിച്ച് വന്നായിരിക്കും. ഒറ്റ ഇടി ഇടിച്ചിട്ട് അവൻ തെറിച്ച് പറന്ന് 10 അടി അപ്പുറം വന്ന് വീണു ആ കൊട്ടേഷൻകാരൻ. അത് കൊട്ടേഷനായിരുന്നായിരിക്കും 2 കൊല്ലം മുമ്പ് വന്നത്. കുറേ എണ്ണമുണ്ട് ഇങ്ങനെ. ഈ ഡി കമ്പനിയുടെയും ദുബായ് കിങ് ഗ്രൂപ്പിൻ്റെയും കൊട്ടേഷൻകാർ, പാകിസ്ഥാൻ്റെ ISIയുടെയും കൊട്ടേഷൻകാർ. ഇവിടെ കുറേ ഗ്രൂപ്പുകളുണ്ട്. SDPI PDP അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഇവന്മാർക്ക് വേണ്ടി പണി ചെയ്യണ കുറേ ഗ്രൂപ്പുകളുണ്ട്. അവന്മാരായിരിക്കും ഇവിടെ ആളെ ഇറക്കി വിടണത്.